ഓക്കെ ബൈ. ശരി. ഒരു കണക്കിനത് നന്നായി രവി. ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതം വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയ രണ്ടാളും ജയിക്കാൻ പോകുന്നില്ല. എന്നാൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ രണ്ടാളും ജയിക്കുകയും ചെയ്യും. ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന് പറയാം. ഞാൻ മനസ്സുകൊണ്ട് തന്നെ കീഴടങ്ങി കൊടുത്തതാ. ഹർഷ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. സുശീലയുമായി ഇനി വലിയ അടുപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഹർഷ സമ്മതിച്ചില്ലേ? അവള് വാക്കാൽ സമ്മതിച്ചിട്ടുണ്ട്. ഹർഷയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരു ലേഡിയെ വേണം ചേട്ടാ. വീട്ടിൽ നിർത്താൻ പറ്റുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. നല്ല സാലറിയും കൊടുക്കാം. ഹർഷയുടെ ഡെലിവറി കഴിഞ്ഞ് 6 മാസം തികയുന്നത് വരെയെങ്കിലും കൂടെ നിൽക്കുകയും വേണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. ഈ വക കാര്യങ്ങളിലെല്ലാം നല്ല മിടുക്കുള്ള ആളാണ്. ഇത്തിരി കുശുമ്പും വായാടിത്തരൊക്കെ ഉണ്ടെങ്കിലും കൂടെ നിർത്തുന്നവരോട് വലിയ ആത്മാർത്ഥത കാണിക്കും. പക്ഷേ ഹർഷ സമ്മതിക്കുന്നൊരു സംശയമുണ്ട്. ചേട്ടൻ ആളാരാണെന്ന് പറ. എനിക്ക് ഓക്കെ ആണെങ്കിൽ ഹർഷയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. അമ്മിണി കുഞ്ഞമ്മ. അന്ന് സത്യന്റെ കല്യാണത്തിന് സുശീലയോടൊപ്പം കണ്ടില്ലേ? ആളെപ്പിടി കിട്ടി. അതിന് അവരെ എൻ്റെ വീട്ടിലേക്ക് വിടാൻ ആ സുശീലാൻറ്റി സമ്മതിക്കുമോ? അതാ എൻ്റെ സംശയം. അല്ല, അതിന് അവരൊക്കെ ആണെന്ന് ആദ്യം ചോദിക്കട്ടെ. അവര് റെഡിയാണെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ സുശീലാൻറ്റി സമ്മതിക്കുകയാണെങ്കിൽ ഹർഷ 100 വട്ടം ഓക്കെ ആവും. അവരെ അകറ്റി നിർത്താമെന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും രണ്ടുപേരുടെയും കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞമ്മേ രവിക്ക് ബോധ്യമായെങ്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോവാം. ചിലപ്പോൾ സുശീലയും ഹർഷയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനും ഈ കുഞ്ഞമ്മ ഉപകരിച്ചേക്കും. ഓക്കെ, ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ചേട്ടൻ ഇതിനെപ്പറ്റി അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. ശരി. പിന്നെ രാവിലെ നമ്മുടെ സച്ചി സാർ വിളിച്ചിരുന്നോ? ഇല്ല. ചേട്ടനെ വിളിച്ചായിരുന്നോ? ഹേയ്, സച്ചി സാറിനും ഇതുവരെ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ചിലപ്പോ അങ്ങനെ ഒരു കോംപ്രമൈസിന് വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടാവില്ല. അതെന്താണെങ്കിലും രാഹുലിനും മൃദുലയ്ക്കും നമ്മളൊരു മറുപടി കൊടുക്കണ്ടേ? സച്ചി സാർ ഒരു തീരുമാനം അറിയിക്കാതെ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? ഒരു കാര്യം ചെയ്യാം, 2 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സച്ചി സാർ വിളിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ചു നോക്കാം. എന്തായാലും രാഹുലിന്റെയും ഇന്ദുവിന്റെയും കാര്യത്തിൽ സച്ചി സാറിനോട് തീരുമാനം എടുത്തല്ലേ പറ്റൂ. അതെ. പാവം എന്റെ മോള് ശരിക്കും തന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് പോലും അറിയാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷിക്കുക. അവൾക്കൊന്നും അറിയില്ലെന്നൊന്നും അമ്മ വിചാരിക്കണ്ട. അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല അവള്. രാഹുലിനെ കൈവിട്ടു പോകുന്ന അവൾ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണവും അവൾ ഊഹിച്ചിട്ടുണ്ടാവും. ഇപ്പൊ രാഹുൽ ഏത് പെണ്ണിന്റെ പുറകെയാ പോയതെന്ന് അവൾക്ക് അറിയില്ലായിരിക്കും. അത് അറിയാൻ അവൾക്ക് താല്പര്യവുമില്ല. അതുകൊണ്ടാ നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനും അവൾ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞത്.
എങ്കിൽ അതല്ലേ സച്ചേട്ടാ നല്ലത്. നമ്മൾ ആവശ്യപ്പെട്ട രാഹുലിന്റെ കൂടെ നമ്മുടെ മോള് പോകുമെങ്കിൽ ആ ഡോക്ടർ പെണ്ണിനെ എത്രയും വേഗം പണം കൊടുത്ത് ഒഴിവാക്കിയ പോരെ. സഹോദരിയും അത് പോരാ. ഇന്ദു എല്ലാം അറിയണം. അവൾക്ക് വേണ്ടി നമ്മൾ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് അവൾ അറിയണം. എല്ലാം തന്നെ നമ്മൾ അവളോട് പറയണം. അതെല്ലാം കേട്ടിട്ട് അവൾ എന്ത് തീരുമാനം എടുക്കുന്നു അതിനോടൊപ്പം നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ വേണമെന്ന് അനന്തമാഷു എന്നോട് പറഞ്ഞത്. ശരിക്കും നമ്മളെല്ലാവരും കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഗൗരവമുള്ള എന്തോ ചർച്ചയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടാണോടി നീ ഒരു ബന്ധവുമില്ലാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നേ? ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴായിട്ടാ എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നേ. കുറച്ചു നേരം കുട്ടിയായിരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യല്ലേ ഏട്ടാ. അല്ല, എന്താ ഡിസ്കഷൻ മാറ്റർ? വീട്ടിൽ മന്ദാകിനി ആന്റിയും മഹേഷ് ചേട്ടനും ഉള്ളതുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നേ? ഇത് അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ളൊരു ഡിസ്കഷൻ മാറ്ററാ. എന്തായിരിക്കും എന്നുള്ളതൊക്കെ മോൾക്കറിയാം. രാഹുലേട്ടനും ഞാനും തമ്മിൽ ഒത്തുപോണോ അതോ പിരിയണോ എന്നതിനെ കുറിച്ചല്ലേ? അതെ. അതിനു മുമ്പ് രാഹുലിന് സംഭവിച്ചത് എന്താണെന്ന് നീ വിശദമായിട്ട് അറിയണം. ചെറിയ സൂചനകളൊക്കെ ഏട്ടൻ എനിക്ക് തന്നിരുന്നല്ലോ, അത് മതി. അതൊന്നും പോരെന്തു. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെന്റ്സ് കൂടി നീ അറിയണം. അത് അച്ഛൻ പറയും. എന്താ അച്ഛാ? അത് വേറൊന്നുമല്ല മോളെ. രാഹുലിന്റെ അച്ഛനും അമ്മയും വന്ന് അവനെ നേർവഴിക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് ഉറപ്പ് തന്നതാണല്ലോ. അതിനുശേഷം അവൻ്റെ കൂടെയുള്ള പെണ്ണിനോടും